എന്തിനാ ലീനിയറിലേക്ക് മാറ്റുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ, കുറച്ചുകൂടി ബെറ്റർ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനും എല്ലാത്തിനും ആവശ്യം കുറച്ചുകൂടി നല്ല ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ബെറ്റർ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ലീനിയർ ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് തരുന്ന ഫംഗ്ഷൻസിനെ എങ്ങനെ ലീനിയർ ഫംഗ്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ലീനിയർ ഫംഗ്ഷൻ ആയിട്ട് എങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യാം ഒരു ഗിവൻ ഫംഗ്ഷനെ എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ലീനിയർ ഫംഗ്ഷനിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഓക്കെ, എങ്ങനെ ഒരു ഫംഗ്ഷനെ ലീനിയർ ആക്കാം കണ്ടോ. ചെറിയ ഇത് തരുന്ന കേർവ്സിന് നിങ്ങൾക്കൊന്ന് ഈ കർവിൽ ചെറിയൊരു പോർഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് അല്ലെങ്കിൽ നിങ്ങൾ പറയണേ ഒന്ന് അതൊന്ന് എല്ലാവരും ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും അത് സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ്. ഏതൊരു കേർവ് ഇങ്ങനെയുള്ള കേർവ് തന്നാൽ ഇതിന്റെ ചെറിയൊരു പോർഷൻ നമ്മൾ ചെറിയൊരു വളരെ ചെറിയ പോർഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ് ഏത് കേർവ്സും. ഓക്കെ, ശരിക്കും ഒരു ഫംഗ്ഷനെ എങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്ത് അപ്രോക്സിമേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ലീനിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ഫംഗ്ഷൻ തന്നെയാണ് കേട്ടോ. ഏതൊരു ഫംഗ്ഷനിലും അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. നമുക്ക് ഫംഗ്ഷൻസിനൊക്കെ എന്തിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം, സ്ട്രെയിറ്റ് ലൈൻ ഫംഗ്ഷനിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. ഇതാണ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷന്റെ ഫോർമുല. എൽ ഓഫ് എക്സ് വൈ എന്നാണ് ഡിനോട്ട് ചെയ്യുക കേട്ടോ. ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷന്റെ സിമ്പിൾ ഇതാണ്, ക്യാപിറ്റൽ എൽ ഓഫ് എക്സ് വൈ വിച്ച് ഇസ് ഈക്വൽ ടു at the point ആണ് നിങ്ങൾക്ക് എഴുതി തരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള പോയിന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത്. സോ it is L of xy which is equal to f of x naught y naught plus fx into x minus x naught. ഇവിടെ fx of എന്നുണ്ട് പോയിന്റ്, അത് എഴുതില്ല into x minus x naught plus fy of x naught y naught into of x y എന്നുള്ളത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണേലും എഴുതാം, അല്ലെങ്കിൽ സിംപ്ലി f plus fx into x minus x naught ആണ് കേട്ടോ. ഇത് ഓഫ് ആണ് ഈ ഫംഗ്ഷനിൽ വരുന്ന ഓഫ് എന്നുള്ളതാണ് കേട്ടോ. ആ എക്സ് നോട്ട് വൈ നോട്ട് എഴുതിയതിലും പ്രശ്നമില്ല, കണ്ടുപിടിക്കുമ്പോൾ പ്രോബ്ലം ചെയ്യാൻ നേരത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ കറക്റ്റ് ആയി കൊടുത്താൽ മതി. So simply local linear approximation at xy. Okay, sorry, at x naught y naught ആണ് ഈ തന്നിരിക്കുന്നത്. f of x naught y naught plus fx into x minus x naught. Simply ഇങ്ങനെയാണ് ശരിക്കും എഴുതേണ്ടത്. Plus fy into y minus y. ഇതാണ് ഫോർമുല. ഇമ്പോർട്ടന്റ് ഫോർമുലയാണ്, ടോപ്പിക് ആണ്, ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. എല്ലാവരും ഇത് പഠിച്ചിരിക്കണം കേട്ടോ. ഇങ്ങനെയാണ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ഓഫ് എഫ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത്. ഇത് 3 പോയിന്റ്സിന്റെ ഉണ്ട് കേട്ടോ. ഇതേപോലെ തന്നെയാണ് എക്സ് വൈ സെഡിന്റെയും നമുക്ക് കാണാം. എങ്ങനെ എക്സ് വൈ സെഡിൽ വരുമ്പോൾ എന്താ വരിക? സിമിലർലി ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ L of x y z is equal to f plus fx into x minus x plus fy into y minus y plus fz into z minus z. 3 പോയിന്റ്സ് ആണ് വരുന്നത്. ഈ ഫോർമുല ആണ് നമ്മൾ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതിന്റെ പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാം. ഇതിൽ ചെയ്തു തരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. എല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ഫൈൻഡ് ദ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ക്യാപിറ്റൽ എൽ ടു ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ L to the function f of xy is equal to root of x square plus y square at the point 3, 4. This point is 3, 4. ശരിക്കും നമുക്കൊരു പോയിന്റ് തന്ന ആ പോയിന്റിന് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ തന്നെയാണ് കേട്ടോ ഈ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ഒക്കെ കണ്ടുപിടിക്കുന്നത്.
വളരെ, അതാണ് ലോക്കൽ ലീനിയർ എന്നുള്ള പേര് കൂടി. നമുക്ക് ഏത് പോയിന്റ് ആണോ തരുന്നത് ആ പോയിന്റിന് വളരെ അടുത്തുള്ള ഒരു പോയിന്റിലാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. ഓൾസോ ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ അറ്റ് ദ പോയിന്റ് 3, 4 എന്ന് തന്നിട്ടുണ്ട്. അഗെയിൻ ഇതിന്റെ കൂടെ കുറെ ക്വസ്റ്റ്യൻസ് കൂടി സാധാരണ ചോദിക്കാറുണ്ട്, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടോളൂ. ഓൾസോ കമ്പയർ ദ എറർ ഇൻ അപ്രോക്സിമേറ്റിംഗ് f by L at the point 3.04, 3.98. Okay, error in approximate. അപ്പോൾ നമ്മളിത് അപ്രോക്സിമേറ്റ് ചെയ്ത് മാറ്റുന്ന ഒരു ഫംഗ്ഷന്റെ എക്സാക്ട് വാല്യൂ അല്ല നമ്മൾക്ക് കിട്ടും. ഒരു ഫംഗ്ഷനെ കറക്റ്റ് ആയിട്ട് ലീനിയർ ആക്കി മാറ്റാൻ പറ്റില്ല. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എ ലീനിയർ ഫംഗ്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ ഫോം ചെയ്യുന്ന എറർ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ കമ്പയർ ദ എറർ ഇൻ അപ്രോക്സിമേറ്റിംഗ് f by L at the point. അപ്പോൾ ഈ പോയിന്റിലേക്ക് മാറ്റുമ്പോഴത്തേക്ക് വരുന്ന എറർ എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഓൾസോ with the distance PQ. അപ്പോൾ രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. കമ്പയർ ദ എറർ ഇൻ അപ്രോക്സിമേറ്റിംഗ് f by L. ഒന്ന് നമ്മുടെ ലീനിയർ അപ്രോക്സിമേഷനും ആസ് യൂഷ്വൽ f എന്നുള്ള ഫംഗ്ഷനുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്തിട്ട് എറർ കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. വേറെ ഒരെണ്ണം നമ്മുടെ ലീനിയർ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പറഞ്ഞു. സോ അതിന്റെ ഡിസ്റ്റൻസ് യൂസ് ചെയ്തുകൊണ്ട് ഇതിന്റെ എറർ കമ്പയർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ രണ്ട് രീതിയിൽ കമ്പാരിസൺ ഓഫ് എറർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ കേട്ടോ. ഓക്കെ, ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ എറർ ഒന്ന് കമ്പയർ ചെയ്ത് എഴുതാൻ പറയുന്നുണ്ട്. ഓൾസോ ബൈ എൽ. അപ്പൊ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ദ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ. ഫോർമുല അറിയാലോ, എല്ലാവരും എഴുതി വെച്ചോളൂ കേട്ടോ. L of xy is equal to, ആദ്യം ഫോർമുല എഴുതാം. f of xy plus fx into x0 y0 കേട്ടോ. ഇത് തരുന്ന പോയിന്റ് ആണല്ലോ. x0 y0 into x minus x0 plus fy of x0 y0 into y minus y0. ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ഫോർമുല എഴുതിയിട്ടുണ്ട്. നമുക്ക് ആദ്യം അതിലെ ടേംസും വാല്യൂസും ഒക്കെ കണ്ടുപിടിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ f of xy തന്നിട്ടുണ്ട്. then find fx. അപ്പോൾ നമ്മൾ ആദ്യം ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ട ഇവാലുവേറ്റ് ചെയ്യേണ്ട ഇത്രയും കാര്യങ്ങളാണ്. ഫസ്റ്റ് ഫൈൻഡ് fx, then fy, then find fx at x0 y0, fy at x0 y0 at the point എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത് 3, 4 ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ട പോയിന്റ്. ഇത് എററിന് വേണ്ടിയിട്ടാണ് ഈ പോയിന്റ് ചോദിച്ചിരിക്കുന്നത്. PQ എന്നുള്ള പോയിന്റും എററൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പയറിംഗ് ദ എറർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം മാത്രം ഈ പോയിന്റ് എടുക്കാൻ. ഓക്കെ, യു ഹാവ് ടു ഫൈൻഡ് ലോക്കൽ അപ്രോക്സിമേഷൻ at 3, 4 ആണ് പറഞ്ഞിരിക്കുന്നത്. സോ fy ഒന്ന് കണ്ടുപിടിച്ച് ഫോർമുല ഞാൻ വായിച്ചു തരാം കേട്ടോ. വീഡിയോ ലാഗ് ആവുന്നുണ്ട് അല്ലേ, കുറച്ച് നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ട് മക്കളെ. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഫോർമുലയൊക്കെ അറിയാത്തവര് ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തവരൊക്കെ ഫോർമുല എഴുതി വെച്ചോളൂ. f of xy, L of xy is equal to f of xy plus fx of x0 y0 into x minus x0 plus fy of x0 y0 into y minus y0. ഓക്കെ, അപ്പൊ തന്നിട്ടുള്ള ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് ആദ്യം fx കണ്ടുപിടിക്കാം. എന്താണ് fx? റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ. ഇതും ബ്ലേർഡ് ആവുന്നുണ്ട്. എല്ലാവരും ഇവാലുവേറ്റ് ചെയ്യാൻ ഞാൻ പറയുന്നത്. വീഡിയോ ക്ലിയർ അല്ലെങ്കിൽ തൽക്കാലം പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. ഫസ്റ്റ് ഫൈൻഡ് fx. fxന്റെ വാല്യൂ എന്ന് പറയാമോ? റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ആണ് തന്നിരിക്കുന്നത്. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വാല്യൂ കിട്ടുക?
റൂട്ട് ഓഫ് ഞാൻ പറഞ്ഞു റൂട്ട് എക്സ് തന്നു കഴിഞ്ഞാൽ ആൻസർ കാണാതെ പഠിച്ചു വെക്കുക. 1/2 റൂട്ട് എക്സ് എന്ന് പഠിച്ചു വെച്ചോളാം കേട്ടോ. ആരും ചെയ്ത് കണ്ടുപിടിക്കാൻ നിൽക്കണ്ട. റേസ് ടു 1/2 എന്നൊക്കെ എഴുതിയിട്ട് ആരും ചെയ്യാൻ നിൽക്കണ്ട. കാണാതെ അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ വാല്യൂ. ഓക്കെ, സോ റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. സോ എഫ് എക്സിന്റെ വാല്യൂ എന്താ വരിക? 1/2 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു അകത്തുള്ള ഫംഗ്ഷൻ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ടിനകത്തുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കൂടി ചെയ്യണം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്താൽ എന്താ വരുന്നത്? 2x. 2 ക്യാൻസൽ ആവും. എഫ് എക്സിന്റെ വാല്യൂ എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ആ പോയിന്റിന്റെ വാല്യൂ കൂടി കണ്ടുപിടിക്കാം. എഫ് എക്സ് at x0 y0 ഉണ്ട്, അതുകൂടി കണ്ടുപിടിക്കാം കേട്ടോ. സോ ഫൈൻഡ് എഫ് എക്സ് at 3, 4. വാല്യൂ ആരെങ്കിലും ഒന്ന് പറയാം കേട്ടോ. എഫ് എക്സ് at 3, 4. എക്സ് വരുന്നിടത്ത് എക്സ് നോട്ട് വരുന്നിടത്ത് 3 കൊടുക്കുക, വൈ നോട്ട് വരുന്നിടത്ത് 4 കൊടുക്കുക. എക്സും വൈയുടെ അവിടെ എല്ലാം കൊടുക്കണ്ടേ? ഓ എക്സ് നോട്ട് അല്ല അല്ലെ, സോറി എക്സും വൈ ആണ് അവിടെ ഉള്ളത്. ഈ ഫംഗ്ഷന്റെ എക്സിന് 3 കൊടുക്കുക, വൈക്ക് 4 കൊടുക്കുക. എഫ് എക്സ് എന്താ വരുന്നത് നോക്കി. 3/3 സ്ക്വയർ 9 പ്ലസ് 16 25. 3/5. എഫ് എക്സ് at 3, 4 വാല്യൂ 3/5. then find fy at 3, 4. fy കൂടി കണ്ടുപിടിച്ചേ. fy first find fy. partially differentiating y given function with respect to y. x ചെയ്ത് അതേപോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല, ഫംഗ്ഷൻസ് സെയിം തന്നെ കിട്ടുക. എന്താ വരിക? y by root of x square plus y square. then find fy at 3, 4. fy at 3, 4 ചെയ്താൽ എന്താ വരുന്ന വാല്യൂ നോക്കി. വൈക്ക് 4 കൊടുക്കുക, എക്സിന് 3 കൊടുക്കുക. 4/5. 4/5. ഈ കിട്ടിയ വാല്യൂസ് എല്ലാം തന്നെ എൽ ഓഫ് എക്സ് വൈയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇതാണ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ. ഇത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല, നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. ഇനി അതിനുശേഷം കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ് ഇവാലുവേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ. നിങ്ങൾക്ക് കിട്ടിയ വാല്യൂസ് എല്ലാം തന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. ഫോർമുലയിൽ ഇവിടെ എക്സ് നോട്ട് ആണ് കേട്ടോ മക്കളെ, എക്സ് നോട്ട് വൈ നോട്ട് ആണ് കേട്ടോ. ഒന്ന് മാറ്റി എഴുതണേ. എൽ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ആണ് കേട്ടോ. എല്ലാം പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള വാല്യൂസ് ആണ് നമുക്ക് ആവശ്യം. എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്. then find എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. 3, 4 അല്ലേ, 5 വരെ അല്ലെ, again 5. so വാല്യൂസ് ഒക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തങ്ങ് എഴുതാം. എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത് 5 പ്ലസ് എഫ് എക്സ് എന്താ കിട്ടിയേ? 3/5. 3/5 into x minus 3. okay, x minus 3 plus 4/5 into y minus 4. ഇതാണ് നമ്മുടെ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ. നമ്മൾ തന്നിട്ടുള്ള ഫംഗ്ഷൻ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ നോക്കി. എന്താ റൂട്ടൊക്കെ ഉള്ള ഒരു സ്ക്വയർ ഫംഗ്ഷൻ ആണ്. അതിന് നമ്മൾ ലീനിയർ ഫംഗ്ഷൻ ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ടോപ്പിക് ആട്ടോ അത്. സോ നമ്മൾ തന്നിട്ടുള്ള ഫംഗ്ഷനെ ലീനിയർലി അപ്രോക്സിമേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് എൽ ഓഫ് എക്സ് വൈ എന്നും പറഞ്ഞു ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ഇതുവരെ എല്ലാവർക്കും മനസ്സിലായാലും എന്തൊക്കെയാ ചെയ്തെന്ന്? ആദ്യം ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ തന്നെ കിട്ടും അത്. എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് പ്ലസ് എഫ് എക്സ് ഇൻറ്റു എക്സ് നോട്ട് എക്സ് മൈനസ് എക്സ് നോട്ട് പ്ലസ് എഫ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ നോട്ട് ആണ്. ആ ഓഫ് എന്നുള്ള ഫംഗ്ഷന്റെ അകത്ത് വരുന്നതൊക്കെ നിങ്ങൾക്ക് എഴുതാട്ടോ. എല്ലാം ഡീറ്റെയിൽ എഴുതി തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ വരെ വലിയ പ്രോബ്ലം ഒന്നും ഇല്ല. ഫോർമുല പഠിച്ച് ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, കമ്പയർ ദ എറർ ഇൻ അപ്രോക്സിമേറ്റിംഗ് എഫ് ബൈ എൻ. ഓക്കെ,
ഇത് നമ്മൾ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ വഴി ചെയ്തതാണ്. ഇതും നമ്മുടെ എഫും തമ്മിലുള്ള എറർ ഒന്ന് കമ്പയർ ചെയ്തിട്ട് എഴുതാം. അതിന് ചെയ്യാനായിട്ട് ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. കമ്പയർ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചു മക്കളെ. കമ്പയർ ദ എറർ ഇൻ അപ്രോക്സിമേറ്റിംഗ് എഫ് by L at the point 3.04 3.98. ഈ പോയിന്റിൽ വരുന്ന അപ്രോക്സിമേഷൻ എറർ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്രോക്സിമേറ്റിംഗ് ദ എറർ. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആദ്യം ഈ പോയിന്റിൽ ആരെങ്കിലും വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് പറയാനാട്ടോ. സോ എന്താ ചെയ്യുന്നത്? ഏത് പോയിന്റിന്റെയാണെന്ന് നോക്കാം. 3.04, 3.98 ആണ് നമ്മൾ എറർ അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ എക്സ് വൈയില് ആ പോയിന്റ് ആദ്യം കൊടുത്ത് അതിന്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കും. എല്ലാവരും ഒന്ന് കണ്ടുപിടിച്ച് പറയാം. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം കേട്ടോ. L of 3.04, 3.98. എക്സിന്റെ എവിടെയൊക്കെ 3.04 കൊടുക്കുക. ഒരു വാല്യൂ വരുന്നല്ലോ എക്സ്. വൈ വരുന്നിടത്ത് 3.98 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് L എത്ര കിട്ടുന്നതെന്നൊന്ന് പറയണേ. ഈ പോയിന്റിലുള്ള എറർ ആണ് നമ്മളോട് കമ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഈ പോയിന്റ് നമ്മൾ എല്ലാ എക്സ് വൈയിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഗിവൻ ഫംഗ്ഷനിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് എറർ കമ്പയർ ചെയ്യാൻ പോകുന്നത്. എന്താ വാല്യൂ കിട്ടിയെന്ന് പറയണം കേട്ടോ. Five point 008. Okay. 5.008. മക്കളെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. 3.04, 3.98 എറർ ആണ് നമ്മളോട് കമ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ആ പോയിന്റ് എല്ലാ എക്സ് വൈയിലും ഏത് ഫംഗ്ഷനെ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തിരിക്കുന്നത്? എഫ് എന്നുള്ള ഫംഗ്ഷനെയാണ് എല്ലാ എക്സ് വൈയിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്തിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്നത് 3.04ന്റെയും 3.98 എന്നുള്ള പോയിന്റിലെ എറർ ആണ് നമ്മളോട് കമ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ ആ പോയിന്റ് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. എഫ് എന്നുള്ള ഫംഗ്ഷൻ ഇവൻ ഫംഗ്ഷനിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എല്ലാ എക്സ് വൈയിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരുന്നുണ്ട് ഡിഫറൻസ് മനസ്സിലാവും. ഓക്കെ, ഇനി പോയിന്റ് ഫംഗ്ഷനിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 3.04, 3.98 വാല്യൂ എന്താണെന്ന് പറഞ്ഞു തന്നിരിക്കുന്ന ഫംഗ്ഷനില് പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കും. ഗിവൻ ഫംഗ്ഷനിൽ ഈ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വാല്യൂ എന്താണെന്ന് പറയും. ഫംഗ്ഷൻ നോക്കി റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. സോ റൂട്ട് ഓഫ് 3.04 ദ ഹോൾ സ്ക്വയർ പ്ലസ് 3.98 ദ ഹോൾ സ്ക്വയർ ചെയ്തിട്ട് റൂട്ട് ഒക്കെ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കണ്ടുപിടിച്ച് പറയും. കിട്ടിയോ മക്കളെ? ആൻസർ കിട്ടിയോ? എഫ് ഓഫ് 3.04, 3.98. Anyone got the answer? 5 point. ഡിജിറ്റ്സ് എല്ലാം മാക്സിമം എഴുതിക്കോളൂ കേട്ടോ. എറർ ആണ്. എററൊക്കെ വളരെ കുറവായതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഡിജിറ്റ്സ് മാക്സിമം എഴുതുക കേട്ടോ. 5.008193287 കിട്ടിയത് കംപ്ലീറ്റ് ചെയ്തിട്ട് അത്രയും എഴുതിക്കോളൂ കേട്ടോ. ഇത് പ്രോബ്ലം 5.008 കിട്ടുന്ന എല്ലാ വാല്യൂസും എഴുതുക കേട്ടോ. എന്നാലും എറർ 3287 മാക്സിമം കിട്ടുന്ന പോയിന്റ്സ് തന്നെ എഴുതി വെച്ചോളൂ. 7-8 പോയിന്റ്സിന്റെ എത്രയാണോ വരുന്നത് അത്രയും എഴുതും.
കിട്ടിയല്ല. അപ്പൊ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഒരു വാല്യൂ കിട്ടി, ലീനിയർ അപ്രോക്സിമേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ അതിന് ഞാൻ പറഞ്ഞു കുറഞ്ഞത് അത് ഡിപ്പെൻഡ്സ് ഓൺ. നിങ്ങൾ നോക്കിയപ്പോ 4 എണ്ണം കണ്ടൊക്കെ എടുത്ത് എഴുതിയവർക്ക് എന്ത് കിട്ടും? 4 വാല്യൂസ് കണ്ടൊക്കെയാണ് ഡെസിമലിൽ എടുത്തിരുന്നില്ല, എറർ കിട്ടും അവിടെ ഇല്ലേ. അതുകൊണ്ടാണ് പറഞ്ഞു നിങ്ങൾക്ക് കിട്ടുന്ന, കാരണം 5.008 തന്നെയാണ് അവിടെയും വന്നിരിക്കുന്നത്. സോ മാക്സിമം എത്ര ഡെസിമൽസ് ഇതുപോലെയൊക്കെ എഴുതി വെച്ചോളാം, എങ്കിലേ എറർ എഴുതുമ്പോൾ കുറച്ചുകൂടി നമുക്ക് വാല്യൂസ് അവിടെ എഴുതാൻ പറ്റും. അല്ലാത്തവർക്കൊന്നുമില്ല. ഇപ്പൊ 4 ഡെസിമലൊക്കെ എഴുതിയവർക്ക് എന്താ എറർ പറയും? എറർ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു പോയിന്റ് ആണ്. അത് എഴുതണേല ഈ കിട്ടുന്ന പോലെ ഡെസിമൽസ് മാക്സിമം എഴുതിക്കൊള്ളുക, അത്രയൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് വാല്യൂസ് കണ്ടു കഴിഞ്ഞാൽ അറിയാം എത്രത്തോളം എഴുതണം എന്നുള്ളത്. ഓക്കെ, 6, 7, 8 ഒക്കെ എഴുതിക്കോളൂ കേട്ടോ, പ്രശ്നമില്ല. എത്ര എഴുതുന്നു ആ രീതിയിലായിരിക്കും നിങ്ങൾക്ക് എറർ കിട്ടുക. സോ നോക്കിയേ, ശരിക്കും നമ്മള് ഒരു ഫംഗ്ഷനെ വേറൊരു ഫംഗ്ഷനിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എങ്കിൽ 3.04, 3.98 ഉള്ള എറർ കമ്പയർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത് അല്ലെ. ഇത് രണ്ടും ശരിക്കും എന്തെങ്കിലും ഒരു ഫംഗ്ഷനെ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെ. എഫിലേക്ക് എന്നുള്ള ഫംഗ്ഷൻ എഫിലേക്ക് എന്നുള്ള ഫംഗ്ഷൻ എല്ലിലേക്ക് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ പോയിന്റിൽ വരുന്ന എറർ എത്രയെന്നാ ചോദിച്ചു. എറർ എത്രയെന്ന് ആ ഡിഫറൻസ് കണ്ട് എഴുതിയാൽ മതി. ഓക്കെ, വീഡിയോ ലാഗ് ആവുന്നുണ്ട് അല്ലെ. അപ്പൊ മക്കൾ ഒരു കാര്യം ചെയ്യാൻ ഞാൻ പറയാം, അത് വെച്ചിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോളൂ കേട്ടോ. എറർ ഇൻ അപ്രോക്സിമേറ്റിംഗ് എല്ലാവരും എഴുതിക്കൊള്ളുക. വീഡിയോ പ്രശ്നം ഉണ്ടല്ലോ, ഞാൻ പറയാം കേട്ടോ കാര്യം. എറർ ഇൻ അപ്രോക്സിമേറ്റിംഗ് എഫ് ബൈ എൽ. എറർ ഇൻ അപ്രോക്സിമേറ്റിംഗ് എഫ് ബൈ എൽ എത്രയാ വരുന്നത്? ഹയർ വാല്യൂ ഒന്ന് ലോവർ വാല്യൂ മൈനസ് ചെയ്തിട്ട് എഴുതാം കേട്ടോ. 5.008193287 മൈനസ് 5.008. രണ്ടിന്റെയും ഡിഫറൻസ് കണ്ടുപിടിക്കുക. നെഗറ്റീവ് വാല്യൂ എടുക്കണ്ട, മോഡുലസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. എറർ കണ്ടുപിടിക്കുമ്പോൾ നെഗറ്റീവ് ആണെങ്കിലും മാറ്റും. രണ്ട് വാല്യൂസും തമ്മിലുള്ള ഡിഫറൻസ് എന്താ കിട്ടിയെന്ന് പറയാനേ. എറർ ഇൻ അപ്രോക്സിമേറ്റിംഗ് എഫ് ബൈ എൽ. ഉണ്ടോ? അപ്പൊ 4 ഡെസിമലൊക്കെ എടുത്ത് എഴുതിയവർക്ക് എറർ ഒന്നും ഉണ്ടാവില്ല അവിടെ പറയാം. അതുകൊണ്ടാ പറഞ്ഞു മാക്സിമം എഴുതിക്കോളാം. 6, 7, 8 ഒക്കെ എഴുതിക്കോളാം കേട്ടോ. കണ്ടോ നമുക്കപ്പോ കറക്റ്റ് തന്നെയാ ശരി, എല്ലാവർക്കും കിട്ടി. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എറർ വിത്ത് ഒരെണ്ണം വിത്ത് എൽ ആയിരുന്നു നമ്മൾ ചെയ്തത്. അപ്പൊ എറർ ഇൻ അപ്രോക്സിമേറ്റിംഗ് എഫ് ബൈ എൽ ആണ് നമ്മളിപ്പോ ചെയ്തത്. ഇനി ചോദ്യം, ഓൾസോ കമ്പയർ ദ എറർ വിത്ത് ദ ഡിസ്റ്റൻസ് പി ക്യൂ. നമ്മൾക്ക് കിട്ടിയ ലൈൻ അല്ലേ, ആ ലൈനിന്റെ ഫോർമുല നമുക്കറിയാം, ഡിസ്റ്റൻസ് അല്ലെ. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഡിസ്റ്റൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? 10⁴ അങ്ങനെ ഇടണ്ട. അപ്പൊ ഡെസിമൽ എഴുതിക്കൊള്ളാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഡെസിമലിനൊക്കെ വേണമെങ്കിലൊക്കെ മാറ്റി എഴുതാം. ഓക്കെ, ഇൻറ്റു 10⁴ അതൊക്കെ എഴുതിക്കോളാം. പക്ഷെ ഒരു കമ്പാരിസൺ കൂടി പറയുന്നുണ്ട് മക്കളെ. നമ്മള് സ്ട്രെയിറ്റ് ലൈനാന്ന് ഞാൻ പറഞ്ഞു, ഈ എൽ ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ലീനിയർ ഫംഗ്ഷൻ ആണ്. അത് ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്ത് കൂടി എന്ത് ചെയ്യാം? നമ്മൾ ആ ലൈനിന്റെ ഫംഗ്ഷൻ കണ്ടുപിടിച്ചിട്ട് ഈ പറഞ്ഞത് ഡിസ്റ്റൻസ് വഴി നമ്മൾ എറർ കമ്പയർ ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ. രണ്ട് രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആദ്യം എൽ യൂസ് ചെയ്ത് കമ്പയർ ചെയ്ത് പി ക്യൂ എന്നുള്ളതിന്റെ ഡിസ്റ്റൻസ് പറയാം. പി ക്യൂന്റെ രണ്ട് കോർഡിനേറ്റ്സ് തന്നാൽ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? x1 y1 x2 y2 തന്നു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? റൂട്ട് ഓഫ് x2 minus x1 the whole square plus y2 minus y1 the whole square. അപ്പൊ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ വാല്യൂ കണ്ടുപിടിക്കുക. കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ടല്ലോ, നമ്മളത് കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലൈൻ ഫോം ചെയ്യും കേട്ടോ. 3 3.04 4 and 3.98. ഡിസ്റ്റൻസ് എന്താ വരിക? 3.04 minus 3 the whole square plus 3.98 minus 4 the whole square. Root of x2 minus x1 the whole square plus y2 minus y1 the whole square.
വാല്യൂ എന്താന്ന് പറയണേ. ഡിസ്റ്റൻസ് എത്ര കിട്ടിയെന്ന് പറയാനാ കേട്ടോ. വാല്യൂ എത്ര കിട്ടിയ മക്കളെ? റൂട്ട് ഓഫ് 3.04 മൈനസ് 3 ദ ഹോൾ സ്ക്വയർ 0.004472135. നമുക്ക് എഴുതിക്കൊള്ളു കേട്ടോ. 0.04472135 8 എഴുതിക്കോളാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. ഇവിടെ റിപ്പീറ്റഡ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണെന്നുള്ള പറയാം. കമ്പയർ ദ എറർ ഇൻ അപ്രോക്സിമേറ്റിംഗ് എഫ് ബൈ എൽ. അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു, ആ ഡിഫറൻസ് കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. എറർ ഇൻ അപ്രോക്സിമേറ്റിംഗ് എഫ് ബൈ എൽ എന്താ കിട്ടിയിരുന്നത്? 0.000193 എന്ന് പറഞ്ഞ കുറെ വാല്യൂസ് കിട്ടിയിരുന്നു. ഈ ചോദ്യം ഇതാണ്, കമ്പയർ ദ എറർ ഇൻ അപ്രോക്സിമേറ്റിംഗ് എഫ് ബൈ എൽ വിത്ത് ദ ഡിസ്റ്റൻസ്. സോ എറർ ഇൻ approximation by distance. Okay, so ചോദ്യം, compare the error in approximating f by l with the distance. അപ്പോൾ ഡിസ്റ്റൻസിന്റെ നമ്മൾ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്, അല്ലാതെ അപ്രോക്സിമേഷനിൽ കിട്ടിയ വാല്യൂ കിട്ടിയിട്ടുണ്ട്. അത് രണ്ടും കൂടി ഒന്ന് ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് ചെയ്യുക. കമ്പാരിസൺ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ഡിവൈഡ് ചെയ്ത് ചെയ്താൽ മതി കേട്ടോ. ഒരു 1-2 ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യാട്ടോ, ഇപ്പോഴേ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നു. അടുത്ത ഞാൻ ഒരു ക്ലാസ്സോട് കൂടി തീർക്കാൻ വിചാരിച്ചാണ്, വേണ്ട നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടി ചെയ്യാം കേട്ടോ. ഇപ്പൊ വീഡിയോ ഒന്നും ക്ലിയർ ആയിരുന്നില്ലല്ലോ. ചില കേസിൽ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ എന്ന് മാത്രമേ ചോദിക്കുള്ളൂ, അല്ലെങ്കിൽ എറർ ഇൻ അപ്രോക്സിമേറ്റിംഗ് എഫ് ബൈ എൽ എന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ. വിത്ത് ഡിസ്റ്റൻസ് എന്നുകൂടി പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യും. ഡിസ്റ്റൻസ് ഒന്നും പറയാതെ ജസ്റ്റ് കമ്പയർ ദ എറർ ഇൻ അപ്രോക്സിമേറ്റിംഗ് എഫ് ബൈ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നത്തെ ഇതുപോലെ ആ ഡിഫറൻസ് കണ്ടുപിടിച്ച് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ എൽ to f of xy is equal to f of xy is equal to log xy at p is equal to 1. p പോയിന്റിന്റെ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. Compare the error in approximating f by l at the point 1.01, 2.01 with the distance pq. അപ്പോൾ ഇവിടെയും ഡിസ്റ്റൻസ് pq ആയിട്ട് കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡിസ്റ്റൻസ് കൂടി കണ്ടുപിടിച്ച് ഈ പറഞ്ഞ പോലെ എററും ഡിസ്റ്റൻസും ഡിവൈഡ് ചെയ്തിട്ടാണ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ചെയ്ത് തുടങ്ങിക്കോളൂ. ഫസ്റ്റ് ഫൈൻഡ് ദ ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ. അപ്പൊ എല്ലാവരും ആദ്യം അതിന്റെ ഫോർമുല ഒന്ന് എഴുതി വെക്കും. L of xy is equal to f of x naught y naught plus fx of
x naught y naught into x minus x naught plus fy of x naught y naught into y minus y naught. ഇതാണ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ. സോ ഈ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിച്ചു. എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് കണ്ടുപിടിക്കണം. എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് കണ്ടുപിടിക്കണം. എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറഞ്ഞ് ചൂസ് ചെയ്യേണ്ടത് അറ്റ് ദ പോയിന്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ, 1 2. സോ ഫൈൻഡ് എഫ് ഓഫ് 1 2 ലോഗ് ഓഫ്. അതിലെ ഒരു കാര്യം ചെയ്യും നിങ്ങൾ വേണേല് എക്സാമിന് ലോഗിന് എടുക്കണ്ട കേട്ടോ മക്കളെ, ln എടുത്ത് ചെയ്താൽ മതി. എക്സാമിന് ln ആണ് ചോദിച്ചത്. കാൽക്കുലേറ്ററിൽ 2 വാല്യൂസ് കിട്ടും. LOGക്ക് വേറെ വാല്യൂ ആണ്, ln വേറെ വാല്യൂ. എക്സാമിന് ln ആണ് ചോദിച്ചത് കേട്ടോ. നമുക്ക് ln ചെയ്യും. ആരെങ്കിലും കാൽക്കുലേറ്ററിന്റെ വാല്യൂ കണ്ടുപിടിച്ച് പറയാൻ കേട്ടോ. കാൽക്കുലേറ്ററിൽ 2 ഉണ്ടാവും, LOG ഉണ്ടാവും, ln ഉണ്ടാവും. നാച്ചുറൽ ലോഗരിതം ഉണ്ടാവും, ലോഗരിതം ടു ദ ബേസ്. ln കണ്ടുപിടിച്ചാൽ മതി. ഏതാണോ തരുന്നത് അത് വേണം നിങ്ങൾ ചെയ്യാൻ കേട്ടോ. ഒരു എക്സാമിന് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത് ln ആയിരുന്നു, നമുക്ക് അത് തന്നെ ചെയ്യും. വാല്യൂസ് ഒക്കെ ഇപ്പൊ എല്ലാവരും പറയണേ, നമുക്കൊന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എഫ് ഓഫ് 1 2ന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പറയണം കേട്ടോ. fx എന്താന്ന് ആദ്യം കണ്ടുപിടിക്കുക. log of xy 1/xy 1/xy into xy യുടെ ഡെറിവേറ്റീവ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു x എന്ന് ചെയ്യുമ്പോൾ y കോൺസ്റ്റന്റ് ആണ്. So into y. Answer 1/x is. Then find fx at 1 2. fx at 1 2 1/1 ആണ് വരുന്നത് അല്ലേ? That is 1. ഇനി fy കണ്ടുപിടിക്കണേ. fy ചെയ്യുന്നത് ഒരു log of, so 1/xy. log of any termന്റെ ഡെറിവേറ്റീവ് എന്താ? 1/that into xy യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y യിൽ ചെയ്യുമ്പോൾ x കോൺസ്റ്റന്റ് ആണ് മാറ്റി. y യുടെ ഡെറിവേറ്റീവ് 1 ആണ്. x ക്യാൻസൽ ചെയ്താൽ ആൻസർ കിട്ടുന്നത് 1/y. അതില് പോയിന്റ് കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുക. fy at 1 1/2 1/2 ആണ് ആൻസർ. എഫ് ഓഫ് 1 2ന്റെ വാല്യൂ എന്താ കിട്ടിയത്? അതിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കണ്ടുപിടിച്ചു. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ലോഗ് ഓഫ് എക്സ് വൈ ആണ്. സോ എഫ് ഓഫ് 1 2 എന്നുള്ളതിന്റെ വാല്യൂ കിട്ടിയ ആർക്കെങ്കിലും ln വേണം കണ്ടുപിടിക്കാൻ കേട്ടോ. കാൽക്കുലേറ്ററിൽ അതൊക്കെ ചെയ്തെന്ന് നോക്കണം കേട്ടോ മക്കളെ. രണ്ടിനും 2 വാല്യൂസ് ആണ്. LOGക്ക് വേറെയാണ്, ln വേറെയാണ്. 0.69314718. ഓക്കെ, കറക്റ്റ് ആട്ടോ. അത് അറിഞ്ഞിരിക്കണം എല്ലാവരും. 0.6931471806. ഈ വാല്യൂസ് ഒക്കെ എല്ലാ ഓഫ് എക്സ് വൈയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാണ് ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ. ഇതെല്ലാവരും കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഞാൻ നാളെ ചോദിക്കും വാല്യൂസ് ഒക്കെ.